30 വയസ്സ് പിന്നിട്ടിട്ട് അവൻ പരസ്യ ജീവിതം ആരംഭിക്കുന്ന സമയത്ത് ഗെരസേനരുടെ നാട്ടിലേക്ക് കടന്നു ചെന്നപ്പോ ആ നാട്ടില് ഒരുത്തൻ പിശാചുബാധയേറ്റ് കിടക്കുക. അവൻ തന്നെ മുറിപ്പെടുത്തുന്നു, നുരയും പതയും ഒക്കെ വരുന്നു, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു, കല്ലറകളിൽ കബറിടങ്ങളിൽ അവൻ അന്തി ഉറങ്ങാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഭീതിയുടെ വിഷയമായ ഒരുത്തൻ അവനെ കണ്ടപ്പോ യേശുവിന്റെ മനസ്സിലൂടെ കടന്നുപോയത് എന്താണെന്നറിയാമോ? ഇവനൊരു അപ്പനും അമ്മയുണ്ട്, അവൻ ഈ മകനെ ഓർത്ത് സങ്കടപ്പെടുക. ഒരുപക്ഷെ അവനൊരു ഭാര്യ ഉണ്ടായിരിക്കാം, അവന് മക്കളുണ്ടായിരിക്കാം, അവന് പ്രിയപ്പെട്ടവരോ കൂടപ്പിറപ്പ് ഉണ്ടായിരിക്കാം. ഇവനെ ഓർത്ത് കുടുംബം സങ്കടപ്പെടുന്നുണ്ടായിരിക്കാം. ഇവൻ ഇങ്ങനെ നശിക്കാൻ പാടില്ല. അതുകൊണ്ട് യേശു ഈ പിശാചുബാധയേറ്റ മനുഷ്യനെ ആ പിശാചിന്റെ അടിമത്തിൽ നിന്ന് വിടുവിക്കുന്ന രംഗമാണ് നമ്മൾ ഈ ഗെരസേനരുടെ നാട്ടിൽ കാണുന്നത്. യേശു കൽപ്പിച്ചപ്പോ പിശാച് അവനെ വിട്ടുപോകാൻ തയ്യാറായി. വിട്ടുപോകാൻ നേരത്ത് പിശാച് എങ്ങോട്ടേലും പോയി ഓടി ഒളിക്കാൻ ഒരു സ്ഥലം ചോദിച്ചു. ആ പന്നിക്കൂട്ടത്തിലേക്ക് ഞങ്ങളെ പറഞ്ഞു വിട്ടാലും യേശു അനുവാദം കൊടുത്തു. ഈ മനുഷ്യരിൽ നിന്ന് ഇറങ്ങിയ പിശാച് ഈ പന്നിക്കൂട്ടത്തിന്റെ മേൽ ചെന്ന് ആവസിച്ചു. ഈ പന്നികളെല്ലാം പോയി കിഴക്കാന്തൂക്കായ പ്രദേശത്ത് ചെന്നിട്ട് കടലിൽ ചാടി ചത്തു. കരക്കാര് മുഴുവൻ ഈ വാർത്ത അറിഞ്ഞു. എന്താ വാർത്ത അറിഞ്ഞത്? ആ പിശാചു ബാധിതൻ സുഖപ്പെട്ടതല്ല നാട്ടുകാർ അറിഞ്ഞത്, വലിയൊരു പന്നിക്കൂട്ടം നശിച്ചതാ അറിഞ്ഞത്. അല്ലേലും ഒരു മനുഷ്യന്റെ ആത്മാവിനേക്കാളും ലോകം വിലയിടുന്നത് ഈ ലോകത്തിന്റെ മൂല്യങ്ങൾക്കാ. ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടു, അദ്ദേഹത്തിന്റെ കുടുംബം രക്ഷപ്പെട്ടു, അദ്ദേഹത്തിന്റെ ഭാര്യ മക്കൾ രക്ഷപ്പെട്ടു, അപ്പൻ അമ്മ രക്ഷപ്പെട്ടു, ഒരു കുടുംബത്തിൽ ആനന്ദമുണ്ടായി, സന്തോഷമുണ്ടായി. അത് കരക്കാര് കണ്ടിട്ടില്ല. ഈ കാലയളവിലും സംഗതി വിപരീതമല്ല.